എടാ നീ ഇങ്ങനെ വിഷമിക്കല്ലേ, എല്ലാം ശരിയാവുന്നേ. മിണ്ടരുതാ വാക്ക്. 1000 വട്ടം ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ശരിയാവും. ഒരിക്കലും ശരിയാവും പോള. എടാ നീ ഇങ്ങനെ ഡള്ളാവല്ലേ. ഞാൻ എന്തായാലും ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ. ഇന്നത്തെ കാലത്ത് രക്ഷ പറഞ്ഞ ഒരു ബിസിനസ്സൊക്കെ പറ്റുള്ളൂ. അല്ല, അതിനെ നിന്റെ അടുത്ത് വല്ല കൂറുണ്ടോ ബിസിനസ് തുടങ്ങാനായിട്ട്? എടാ ഒരു ചെറിയ പെട്ടികൾ തുടങ്ങി തന്നെ വേണം ലക്ഷങ്ങള്. എടാ അതിനെ ക്യാഷ് ഉണ്ടാക്കും. നീ ആദ്യം തന്നെ പോയി നിന്റെ വീട്ടിലെ കറണ്ട് കാശ് അത് അടയ്ക്ക്. ഫീസ് കൂടി 2 ദിവസമായില്ലേ? എടാ ഞാൻ കൃഷി ചെയ്യാൻ പോവാ. ഉത്തർപ്രദേശിലെ ഒരു ഡോക്ടർ ജോലി വരെ രാജിവെച്ച് കൃഷി ചെയ്തെന്ന് കോടികളാ സമ്പാദിക്കണേ. എടാ ആ ഡോക്ടറിനൊക്കെ കുടുംബ സ്വത്തായിട്ട് ഒരു 10 ഏക്കറിന് സ്ഥലം ഉണ്ടാവും. നിനക്ക് എത്ര സെന്റ് സ്ഥലമുണ്ട്? ആ ഒരു 5 സെന്റ് സ്ഥലം, അതിലൊരു വീടും പിന്നെ ചെറിയൊരു കക്കൂസും. ആ ബെസ്റ്റ്. എന്റെ പൊന്നടാ, അത് നടപടിയുള്ള കേസല്ല. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. PSC ചെയ്തിട്ട് സർക്കാർ ജോലിക്ക് നോക്കാൻ പോവാ. അതാകുമ്പം പെൻഷനും കിട്ടും, സുഖമായിട്ട് ജീവിക്കാം. എടാ PSC എഴുതാൻ മിനിമം ഒരു കഴിവെങ്കിലും വേണം. നീ ആ 10ാം ക്ലാസ് തോറ്റ എഴുതിയെടുത്തരണം. എടാ ഇതൊന്നും നടക്കാൻ പോള. നമുക്ക് ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് ഒരു അടിത്തറ ഉണ്ടോ? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? എടാ നമുക്കൊന്നും ഒരു കഴിവില്ല. നമ്മളാരും രക്ഷപ്പെടാനും പോള. ശരിയാട്ടോ, നമുക്കൊന്നും ഒരു കഴിവില്ല അല്ലേ? നമ്മളൊക്കെ എന്തിനൊക്കെ ദൈവം സൃഷ്ടിച്ചെങ്ങനെ ഒരു കഴിവില്ലാണ്ട് കുറെ പാഴുകൾ. ഇങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ മാർഗവും നോക്കി നശിച്ച് കുത്തുപാളി അടിച്ച് ഡിപ്രഷൻ അടിച്ച് ചാകാറാകുമ്പോ ചാവറാവുമ്പോ നമുക്ക് 2 റീൽസ് എടുക്കാം. റീൽസ് ആണ് ഈ മെയിൻ റോഡ് എനിക്ക് വേണം. നടപടിയുടെ കേസല്ല മെയിൻ റോഡ് ഞാൻ കഴിഞ്ഞ മെയിൻ റോഡ് അതൊന്നും നടപടിയില്ല, മെയിൻ റോഡ് എനിക്ക് വേണം. നടപടിയുടെ കേസ് ചെയ്യുന്ന അപ്പൊ അതും മൂഞ്ചി.